ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി. സംസ്ഥാനത്ത് ആദ്യ ദിനം പത്രിക സമർപ്പിച്ച് കൊല്ലം, കാസർഗോഡ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ. അന്ത്യ അത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും പ്രാർത്ഥനാ ചടങ്ങുകളും പുരോഗമിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം പുതുക്കി. ഏപ്രിൽ 1 മുതൽ പ്രാബല്യം. ഗവേഷണ പ്രവേശനത്തിനുള്ള മാനദണ്ഡം പരിഷ്കരിച്ച് UGC. നെറ്റ് സ്കോർ മാനദണ്ഡമാക്കാൻ സർവകലാശാലകൾക്ക് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളം ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 98 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 26-ന് തെരഞ്ഞെടുപ്പ് നടക്കും. സംസ്ഥാനം പത്രികാ സമർപ്പണത്തിന് പൂർണ്ണ സജ്ജമെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിക്കേണ്ടത്. എല്ലാ ദിവസവും രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ പത്രിക സ്വീകരിക്കും. ഏപ്രിൽ 4-ആണ് അവസാന തീയതി. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന് നടക്കും. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാം. അതിനിടെ ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് ആരംഭിച്ചു. 102 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M. മുകേഷാണ് ആദ്യമായി നാമനിർദ്ദേശ പത്രിക നൽകിയത്. വരണാധികാരിയായ കളക്ടർ N. ദേവിദാസിന് മുൻപാകെയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. കാസർഗോഡ് NDA സ്ഥാനാർത്ഥി ML അശ്വിനി പത്രിക സമർപ്പിച്ചു. കളക്ടർ ശ്രീ K. ഇമ്പശേഖർ പത്രിക സ്വീകരിച്ചു. തലസ്ഥാന ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സിറ്റിംഗ് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ രാവിലെ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുത്തു. UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും. നന്ദാവനത്ത് കേരള നദ്വത്തുൽ മുജാഹിദീൻ ജില്ലാ സംഗമത്തിലും വൈകുന്നേരം പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട നഗരത്തിലെ വിവിധ ദേവാലയങ്ങൾ ശശി തരൂർ സന്ദർശിക്കും. LDF സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ രാവിലെ സ്വദേശാഭിമാനി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പാളയം, ചാല മാർക്കറ്റ് എന്നിവ സന്ദർശിച്ചു. വൈകുന്നേരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന LDF പൊതുയോഗത്തിൽ പങ്കെടുത്ത ശേഷം മുസ്ലിം അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന ഇഫ്താർ വിരുന്നിലും പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ഇന്ന് പ്രചാരണത്തിൽ സജീവമാണ്. വൈകുന്നേരം NDA തിരുവനന്തപുരം തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സ്വദേശാഭിമാനി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ രാജീവ് ചന്ദ്രശേഖർ നേമം നിയമസഭാ മണ്ഡലം സന്ദർശിച്ചു. പാപ്പനംകോടും വട്ടിയൂർക്കാവ് കരിംകുളം ക്ഷേത്രവും അദ്ദേഹം സന്ദർശിക്കും. കിഴവൂർ വിദ്യാനികേതൻ സ്കൂളിന്റെ വാർഷിക ദിനാഘോഷ പരിപാടിയിലും രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ 26-ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചതോടെ അന്തരീക്ഷ താപനിലയ്ക്കൊപ്പം മലപ്പുറം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടും വർദ്ധിക്കുകയാണ്. അത്യുഷ്ണത്തെ അവഗണിച്ച് സ്ഥാനാർത്ഥികൾ പ്രചാരണം ഊർജിതമാക്കി. മലപ്പുറം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി M. സുരേഷ് ബാബു. സംസ്ഥാനത്തെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് സജീവ ചർച്ചയാകുന്നത് പ്രാദേശിക വികസനത്തെക്കാളേറെ ദേശീയ വിഷയങ്ങളാണ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് തന്നെ അവരുടെ പ്രതീക്ഷകളും പുഞ്ചിരിയും ആശങ്കകളും ഒക്കെ തന്നെയാണ് 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ നിറയുന്നത്. പൊള്ളുന്ന ചൂടിനെ അവഗണിച്ച് 3-4 തവണ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തി പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനും പിന്തുണ ഉറപ്പിക്കാനുമാണ് മുന്നണി സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത്. മലപ്പുറം വളരെ സുരക്ഷിതമാണെന്നാണ് തന്റെ 10ാം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്ന UDFന്റെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി E.T. മുഹമ്മദ് ബഷീറിന്റെ കണക്കുകൂട്ടൽ. പുതിയ വോട്ടർമാരുടെയും യുവത്വത്തിന്റെയും പിന്തുണയോടെ പച്ചക്കോട്ടയിൽ വിജയക്കൊടി പാറിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് CPM സ്ഥാനാർത്ഥി വസീഫ്. മോഡിക്കൊപ്പം മലപ്പുറവും എന്ന മുദ്രാവാക്യവുമായി NDAയുടെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാമും മലപ്പുറത്ത് കളം പിടിച്ചു കഴിഞ്ഞു. പ്രവചനാതീതം എന്നൊന്നും പറയാനാവില്ലെങ്കിലും പ്രവചിക്കാനാകാത്ത അടിയൊഴുക്ക് മനസ്സിലുറപ്പിച്ച ചരിത്രമുണ്ട് മലപ്പുറത്തിനെന്നത് പോരാട്ടത്തിന്റെ ആവേശം കൂട്ടുന്നു. ലക്ഷദ്വീപ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചു. റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ അർജുൻ മോഹന്റെ അധ്യക്ഷതയിൽ കവരത്തി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികൾ സന്നിഹിതരായിരുന്നു.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം പുതുക്കി. കേരളത്തിലെ തൊഴിലാളികളുടെ നിരക്ക് നിലവിലുള്ള 333 രൂപയിൽ നിന്ന് 346 രൂപയായി. 13 രൂപയാണ് വർധന. ഹരിയാനയിൽ 374 രൂപയും ഗോവയിൽ 356 രൂപയും കർണാടകയിൽ 349 രൂപയും പഞ്ചാബിൽ 322 രൂപയുമായിരിക്കും പുതുക്കിയ വേതനം. ഏപ്രിൽ 1 മുതൽ ഈ വിജ്ഞാപനം പ്രാബല്യത്തിൽ വരുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 2024-25 അക്കാദമിക വർഷം മുതൽ ഗവേഷണ പ്രവേശനത്തിനുള്ള മാനദണ്ഡം പരിഷ്കരിച്ച് UGC. PhD പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിന് സ്വന്തം പ്രവേശന പരീക്ഷകൾക്ക് പകരം നെറ്റ് സ്കോർ ഉപയോഗിക്കാൻ രാജ്യത്തെ സർവകലാശാലകൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ന് പെസഹ വ്യാഴം. കുരിശുമരണം വരിക്കും മുൻപ് യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെയും അവർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെയും ഓർമ്മ പുതുക്കുന്ന ദിനം. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. സിറോ മലബാർ സഭാതലവനും മേജർ ആർച്ച് ബിഷപ്പുമായ റാഫേൽ തട്ടിൽ ഇരിങ്ങാലക്കുട താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. വയനാട് മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം കണിയാരം കത്തീഡ്രൽ ദേവാലയത്തിലും ബത്തേരി ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലും കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ വാരാചരണം പെസഹ വ്യാഴത്തോടെ ആരംഭിച്ചു. വയനാട് ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം കണിയാരം കത്തീഡ്രൽ ദേവാലയത്തിലും ബത്തേരി രൂപത ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലും കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. കരിമാനി ഉണ്ണീശ്വര ദേവാലയത്തിൽ നടന്ന കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് ഇടവക വികാരി ഫാദർ ലിൻസൺ ചെങ്ങനിയാടൻ നേതൃത്വം നൽകി. അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി വീടുകളിലും ദേവാലയങ്ങളിലും വൈകുന്നേരം അപ്പം മുറിക്കൽ ചടങ്ങും നടക്കും. പെസഹ വേഴത്തോടനുബന്ധിച്ച് തലശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നേതൃത്വം നൽകി. അഹന്തയെ എളിമ കൊണ്ട് നേരിടുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ലത്തീൻ സഭ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ വൈകിട്ട് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ കാൽകഴുകൽ ചടങ്ങ് നടത്തും. ഓർത്തഡോക്സ് യാക്കോബായ പള്ളികളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ. തിരുവനന്തപുരം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകും. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിക്കും. താപനില ഉയരുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലയിൽ മഞ്ഞ ജാഗ്രത. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി വരെയും തൃശൂരിൽ 38 ഡിഗ്രി വരെയും പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. വ്യാഴാഴ്ച തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ജില്ലകളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. വയനാട് മേപ്പാടി കാടശ്ശേരി പരപ്പൻപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. പരപ്പൻപാറ കോളനിയിലെ സുരേഷിന്റെ ഭാര്യ മിനിയാണ് മരിച്ചത്. കാടിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയപ്പോഴാണ് സംഭവം. മേപ്പാടിയിൽ നിന്നും നിലമ്പൂരിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തേക്ക് തിരിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 31 റൺസിന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പരാജയപ്പെടുത്തിയിരുന്നു. IPLൽ ഒരു ടീമിന്റെ ഏറ്റവും ഉയർന്ന സ്കോറായ 277 റൺസ് നേടിയായിരുന്നു സൺറൈസേഴ്സിന്റെ ജയം. സ്കൂൾ അവധിക്കാലം തുടങ്ങുന്ന ഇന്നു മുതൽ മെയ് 31 വരെ ഗുരുവായൂർ ക്ഷേത്രനട വൈകിട്ട് 1 മണിക്കൂർ നേരത്തെ 3:30 തുറക്കും. തിരക്ക് കണക്കിലെടുത്താണിത്. 3:30 നട തുറന്ന ഉടനെ ശീവേലിയും നടക്കും. സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരം ആൽത്തറ ജംഗ്ഷൻ മുതൽ വിമൻസ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള റോഡിൽ വാഹനഗതാഗതം അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 754 പോയിന്റ് നേട്ടത്തിൽ 73,749-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 237 പോയിന്റ് നേട്ടത്തിൽ 22,360-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 280 രൂപ ഉയർന്ന് 49,360 രൂപയും ഗ്രാമിന് 35 രൂപ ഉയർന്ന് 6,170 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി. സംസ്ഥാനത്ത് ആദ്യ ദിനം പത്രിക സമർപ്പിച്ച് കൊല്ലം, കാസർഗോഡ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ. അന്ത്യ അത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും പ്രാർത്ഥനാ ചടങ്ങുകളും പുരോഗമിക്കുന്നു.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം പുതുക്കി. ഏപ്രിൽ 1 മുതൽ പ്രാബല്യം. ഗവേഷണ പ്രവേശനത്തിനുള്ള മാനദണ്ഡം പരിഷ്കരിച്ച് UGC. നെറ്റ് സ്കോർ മാനദണ്ഡമാക്കാൻ സർവകലാശാലകൾക്ക് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.